ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമ്യൂണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല. കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത്, ടെക്നിക്കൽ സൈഡിൽ മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊന്നും അധികം പൈസ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അവരുടെ ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾക്കൊട്ട് ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ഈ പണ്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം. ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും പോകാറില്ല. അവരാ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പടത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത്. ഹരീഷ് കണാറിന് 50 ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം. ഹരീഷ് കണാറിന് 50 ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാനുണ്ടാവും ഉള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരാ, ഒരു മിനിമം ഒരു 15 ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത്. ഡോക്ടർ സക്കറിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാം എന്ന് ഡയറക്ടറോട് പറയുകയും ഡയറക്ടർ എന്നിട്ട് പ്രൊഡ്യൂസറോട് പറയും ഞാനൊന്ന് പുള്ളിയെ വെച്ച് സംസാരിക്കട്ടെ, എനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധമാണ് അയാളുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് ആ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റിനെ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു.